ഹലോ ഗായ്സ്, വെൽക്കം ടു തല്ലുകൊള്ളി. അപ്പൊ നമ്മൾ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് ചലഞ്ച്. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ വീണ്ടും ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ഇറക്കാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും? പേപ്പറാണ്. പേപ്പർ എന്തിനുള്ളതാണ്? ഒരു പേപ്പറും ഉണ്ട്, ഒരു പേനയും ഉണ്ട്. എക്സാമോ? വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് എക്സാം എഴുതാ? അതൊക്കെ നമ്മൾ ആഘോഷിച്ചില്ലേ. ഇത് വേറെ എന്തിനായിരിക്കും ഒരു പേപ്പറും പേനയും നന്നുണ്ടാവുക? വെട്ടി പൂജ്യം വെട്ടി കളിക്ക. ഗായ്സ്, ഇന്ന് നമ്മള് ഒരു കുഞ്ഞു ചലഞ്ചാണ്. നിങ്ങൾ എഴുതിയുണ്ടോന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ എഴുതിയിട്ടില്ല ഗായ്സ്. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് പറയട്ടെ, ലവ് ലെറ്റർ ചലഞ്ച്. നിങ്ങളെന്താ ഞെട്ടാത്തേ? ഓക്കെ, ലവ് ലെറ്റർ ചലഞ്ച് ആണ് ഗൈസ് ഇന്ന്. നിങ്ങൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ ലവ് ലെറ്റർ കൈമാറി കത്തയക്കുന്നു, കത്ത് വരുന്നു, വാങ്ങുന്നു, വായിക്കുന്നു. നമ്മുടെ കാഞ്ചനമാലയും മൊയ്തീനിലും ഉണ്ടോ? അയ്യോ, നാച്ചുറാലിറ്റി. ഓക്കെ, പണ്ടൊക്കെ ആൾക്കാര് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ കത്ത് എഴുതിയിട്ടായിരുന്നു അവരുടെ പ്രണയായാലും സന്ദേശമായാലും ഒക്കെ വിട്ടുവരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഫോൺ ഉണ്ട്, മെസ്സേജ് അയച്ച പെട്ടെന്ന് കാര്യം നടക്കും. പക്ഷെ നമ്മള് ഒരു 90s പോവാന്ന് വിചാരിക്കൂ. അപ്പൊ നമ്മള് കത്ത് എഴുതി നമ്മുടെ ലവറിനോട് എങ്ങനെയാണ് നമ്മൾ കത്തെഴുതി നമ്മുടെ പ്രണയം പ്രകടിപ്പിക്കുക എന്നാണ് ഇന്നത്തെ ചലഞ്ച്. ഓക്കെ, ലവ് ലെറ്റർ ചലഞ്ച്. എല്ലാവരും റെഡി അല്ലേ? റെഡി. അപ്പൊ തുടങ്ങാം. യെസ്, തുടങ്ങാം. ആദ്യം നമ്മൾ എന്ത് എഴുതാണെങ്കിലും ആദ്യം എന്ത് എഴുതാണെങ്കിലും നമ്മളിങ്ങനെ വെക്കണം, അപ്പോഴേ ഒരു ഭംഗി കിട്ടുള്ളൂ. എന്തായാലും വായിക്കണവർക്ക് ഒരു ഗുമ്മ വേണ്ടേ? പരീക്ഷ എഴുതണേ നീറ്റ് ആയിരിക്കണം. വായിക്കണവർക്ക് കയ്യക്ഷരം ബോറാണെങ്കിലും വായിക്കണവർക്ക് ലെറ്റർ വായിക്കാണ്ടിരിക്കാൻ തോന്നരുത്. അങ്ങനെ നല്ല ഭംഗിയുടെ എഴുതാം. എന്നാലും നമ്മള് കൊടുക്കണ പോലെ ആദ്യമായിട്ടുള്ള കാരണമാണ് ഇങ്ങനെ. അയ്യോ, അല്ല, എക്സ്പീരിയൻസ് കുറവ് അത്ര. ആദ്യത്തെ ഞാൻ കലക്കി എഴുതിക്കോ, ആദ്യം നമുക്ക് എഴുതാം. എന്ത്, നീ അപ്പുറത്തിരിക്കണ്ടായിരുന്നു എഴുതുമ്പോ? ഓ, ഇൻട്രോ ഞാൻ പൊളിക്കും. എനിക്ക് തുടക്കഞ്ഞുള്ളൂ, പിന്നെ നടുവിന് ആലോചനയോ. ശീലമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. യെസ്, നിങ്ങൾക്ക് എന്താ കയ്യില്ലേ? കൈ മാത്രം പോരല്ലോ, ഇതറിയണ്ടേ. പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കണം. അയ്യോ, ഞാൻ പഠിക്കാൻ വിട്ട കാലത്ത് ലവ് ലെറ്റർ എഴുതി നടന്നു. എക്സ്ക്യൂസ് മീ. ഓ, ഇവിടെ പടം വരെയാണ് ഗൈസ്, അതിന്റെ ഉള്ളിലായിരിക്കും ലെറ്റർ.
ശരിയല്ലേ ഗൈസ്? എന്താണ് ഇവിടെ? നട്ട ഉറങ്ങരുന്നിട്ടാ. എഴുതി എഴുതി യെസ്. നീ അങ്ങോട്ട് കവിതയാവാല്ലേ? ഞാൻ ഏകദേശം ഇത്ര എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇവരൊക്കെ ഇവിടെ വരെ എത്തി നോക്കാം. എന്റെ അര പേജായി ഗൈസ്. നിങ്ങളുടെ എന്താ ഇവൻ തുടങ്ങിട്ട് അവൻ ഒരു പേജ് ഫുള്ള് പടം വരച്ച് വെച്ച് ഗൈസ്. അവിടെ എന്തായി ഉണ്ണി നോക്കട്ടെ. ഉണ്ണി പരീക്ഷ ആ കൈയക്ഷരത്തിനൊക്കെ മാർക്ക് ഉണ്ടാ? അതെ. കത്തായ പോരെ. കത്തിന്റെ വില നിങ്ങൾക്ക് അറിയോ ഗൈസ്? പണ്ടൊക്കെ ദുബായിലുള്ളവരൊക്കെ ഭാര്യമാർക്കൊക്കെ ഇതാണ് ഭാവന എന്ന് പറയും. നമുക്ക് ഓരോരുത്തർക്കും വേണം. അല്ലാണ്ട് നിങ്ങളെ പോലെ ഇങ്ങനെ ചിന്തിച്ചിരുന്ന കിട്ടില്ല. ഭാവന എനിക്ക് ഉള്ളില് എനിക്ക് ചെറുപ്പം തൊട്ടേ ഭാവനയായിരുന്നു. അറിയോ വായനാശാലകളിൽ കേറി ബുക്ക് വായിക്കണം, സാഹിത്യം വായിക്കണം. അതായിരുന്നു എന്റെ എയിം. ഓക്കെ. അയ്യോ എന്റെയും പോയില്ലോ. എനിക്ക് വരൂടെ, എനിക്ക് ഭാവനയുണ്ട്. എന്നെ പോലെ അല്ല. പോയി പോയി.
ഡോണ്ട്. ചിന്താകുലനായിരിക്കുന്ന അബിക്കുട്ടൻ. ഉണ്ണിയുടെ ഫാസ്റ്റ് സമയം നീ വേഗം എഴുതിയതില്ല, പേരെഴുതി ഒപ്പിട്ട് വെച്ചോ. ഫാസ്റ്റില് വേണം. ഇനി വേഗം എഴുതാണെങ്കിൽ ഇപ്പൊ എഴുതണം. എഴുതഞ്ഞല്ലേ? ഇത്ര ധൃതി ഇത്ര പാടില്ല. അവനവന്റെ നോക്കിയേ. ഇനി നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. നിക്കടാ. സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഒരു സാധനം ഇതാണ്ട് പോടുന്നു. മതി എക്സാം എന്നല്ല, മതി. ഇനി നമുക്ക് അടുത്തതായി വായനാ മത്സരമാണ്. സ്വന്തം കത്ത് അവരവർ വായിക്കുന്നതാണ് കൂടുതൽ ഭംഗി, കൂടുതൽ എന്നാലാണ് ഉള്ളിന്ന് വരുള്ളൂ. അപ്പോ നമ്മൾ ആദ്യം മാളിൽ നിന്ന് സ്വന്തം കത്ത് സ്വയം വായിക്കൂ. ഫസ്റ്റ് എന്നെ ഞാൻ വേണേ രണ്ടാമത് വായിക്കാം, തുടക്കം ഞാവില്ല. അപ്പോ നമ്മൾ മുൻഗണനാക്രമത്തിൽ നമ്മൾ എടുക്കുന്നു. അങ്ങനെ ചെറുതിനാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ ശരി, ഒരു ചെറുത് വായിക്കും. വായിച്ചു തുടങ്ങും, കുഴപ്പമില്ല. നമുക്ക് സ്ത്രീകളാണ് ഫസ്റ്റ്, സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം എല്ലാ സ്ഥലത്തും. ആകെ ഒരു പുരുഷനിരിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും സ്ത്രീകൾക്ക് മുൻഗണന കിട്ടി. മതി. ഇനി കുട്ടി വായിക്കട്ടെ, കുട്ടിയുടെ ഭാവന കാണട്ടെ. വായിച്ചോളൂ, കുഴപ്പമില്ല, വായിച്ചോളൂ. അത്ര എഴുതാൻ പറ്റുള്ളൂ. ഇനി ഞാൻ വായിക്കാം. ആദ്യം പേപ്പർ ഒന്ന് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട് പേപ്പർ? ഓക്കെ, ഒരു വലിയ ഷീറ്റ് കൊടുത്തിട്ട് 4 പേജ് എഴുതിയിരിക്കുകയാണ് ഉണ്ണി. അത്രയ്ക്ക് എഴുതാറിയുള്ളൂ, ബാക്കി മലയാളം പഠിച്ചില്ല. ഓക്കെ, വായിച്ചോളൂ. ഞാൻ വീട്ടുകാർ പഠിക്കാൻ വേണ്ടപ്പോ പഠിക്കാനാണ് പോയത്. ലവ് ലെറ്റർ എഴുതാനല്ല. ഇതൊരു സർഗശേഷിയാണ് ഉണ്ണി, അല്ലാണ്ട് ഒരു കവിത എഴുതിയാലോ ഒരു ഓട്ട മത്സരത്തിന് പോയാലോ പിള്ളേരൊന്നും പുസ്തകം കൂടി ആവരുന്നിട്ട് ഗൈസ്. അയ്യോ വായിക്കും മോളെ. നീ വായിച്ചല്ലേ? എന്തോ ഇത് വായിക്കും. എന്റെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് എന്ത് നല്ല കഷ്ട നിങ്ങൾ വായിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഒരു ബ്ലാങ്ക് പേജാണ്, ഇപ്പുറത്തൊക്കെ ബ്ലാങ്ക് ആണ്. അതിന്റെ ഇത്ര പോർഷനാണ് ഇവര് എഴുതിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ല ഉരുട്ടിയ കൈയക്ഷരം നന്നായിണ്ട്, എഴുതാൻ പഠിച്ചു. ഓക്കെ, എന്താണെന്ന് അറിയില്ല, നിന്റെ മനസ്സിൽ ഒരു ഇടം നേടാനേ ഉണ്ണേ. എന്താണെന്ന് അറിയില്ല, നിന്റെ മനസ്സിൽ ഒരു ഇടം നേടാനായി എന്റെ മനസ്സ് തുടിക്കുന്നുണ്ട്. ആരുടെ അടുത്തടി? തുടിക്കട്ടെ, ബാക്കി വായിക്കൂ. നിന്റെ അനുവാദം ഇല്ലാതെ. പിന്നെ ഒരു സാധനം ഇത് വെട്ടി വെച്ചിട്ട് എന്താ നോക്കട്ടെ, തന്നെ ഇത് വെട്ടിന്റെ. നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ അത് വെട്ടിയിട്ടാ. നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു. അടുത്തത്, അതിനെ പ്രണയം എന്നാണോ പറയുന്നത് എന്നറിയില്ല, നിന്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും. ഐ ലവ് യു. അയ്യോ, ഞാൻ ലവ് ചെയ്ത മറന്നു. അത് അടുത്തതായി ഐ ലവ് യു. ലവ് ഇങ്ങനെയാട്ടാ എന്റെ ലാസ്റ്റ് വയ്ക്കാം. എന്റെ എസ്സേ ടൈപ്പാണ് ഗൈസ്, ഞാൻ ഇത്തിരി സമയം എടുക്കും. എന്തായാലും ഇവന്റെ എന്തിട്ട് പോട്ടത് കുമ്പളങ്ങ അത് നമ്മൾ കോളേജുകാരി എന്നെ പഠിപ്പിച്ചിരുന്ന ഹാർട്ട് അങ്ങനെ വരയ്ക്കുക. എനിക്കിപ്പൊ അങ്ങനെയാണ് ഓർമ്മ വന്നത്. ഓക്കെ, ഇതൊരു ചെറിയ പീസ്. അവിടെ നല്ല ഗ്യാപ്പ് ഇട്ട് എഴുതിണ്ട് പേജ് പെട്ടെന്ന് കഴിയാൻ വേണ്ടി. ഓക്കെ, അപ്പോ സിമ്പിൾ ആണ്. എനിക്ക് നിന്റെ സ്നേഹം തരുമോ? തന്നാൽ ഞാൻ ഗോൾഡ് പോലെ നോക്കിക്കോളാം. ഓട്ടോഗ്രാഫ്. എന്റെ കൂടെ വന്നാൽ നിനക്ക് സന്തോഷവും സ്നേഹവും തരാം. ഡെയിലി ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ഒറ്റ ചോദ്യം, വിൽ യു ബി മൈ ഗേൾ? പിന്നെ ഡേറ്റ്.
ഒരു ഇംഗ്ലീഷ് പ്രപ്പോസലാണ് ഇവിടെ കഴിഞ്ഞത് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായി നമ്മൾ വായിക്കാൻ വിചാരിച്ചത് ഓക്കെ, സ്വന്തം തന്നെ വായിക്കാം. കൊറേ ഉണ്ട് വായിക്കാം. ഓക്കെ, ഇപ്പുറത്തെ ബ്ലാങ്ക് ആണ്. ഈ പേജ് ഫുള്ള് ഞാൻ ഒരു കത്തായി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്നാലും എനിക്കൊരു നാണക്കേട് തോന്നുന്നു ഗൈസ്. വായിക്കൂ. ഓക്കെ, ഉണ്ണി വായിച്ചെനിക്കെന്താ പോലെ. അതെ. ഉം. പ്രിയപ്പെട്ട എന്റെ സ്വന്തത്തിന് ഫ്ലോ ഇല്ല കേട്ടോ, മര്യാദയ്ക്ക് വായിക്കാം. ഫ്ലോറിൽ നീ വായിക്ക്. പ്രിയപ്പെട്ട എന്റെ സ്വന്തത്തിന് വേണ്ട, എന്നെ കത്ത് നശിപ്പിക്കരുത്. നിങ്ങൾ തന്നെ നാളായി ഞാൻ എന്തെങ്കിലും എന്റെ കാമുകം കാണാൻ കേട്ടാ ആഗ്രഹിക്കുന്നു. തന്നെ ഞാൻ കുറിച്ച് ബുക്കിൽ വായിക്കാം. ആദ്യം കേട്ടപ്പോൾ തന്നെ കാണാൻ ചോദിച്ചോ. ഓക്കെ, പ്രിയപ്പെട്ട എന്റെ സ്വന്തത്തിന്, എന്റെ ഏറെ നാളായി ഞാൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. തന്നെ കുറിച്ച് ആദ്യം കേട്ടപ്പോ തന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. തനിക്കറിയാവുന്ന താൻ പരിചയപ്പെട്ട പെൺകുട്ടികളിൽ തന്നെ കണ്ണു തട്ടാതെ പോയ ഒരുവളായിരിക്കാം ഒരുപക്ഷെ ഞാൻ. അന്ന് ആ സ്റ്റേജിന്റെ കർട്ടന്റെ ഇടയിലൂടെ നോക്കിയപ്പോൾ തന്റെ മധുരസ്വരം എന്നെ തന്റെ ആരാധികയാക്കി. പിന്നീട് എപ്പോഴൊക്കെയോ എന്നെ തന്നിലേക്ക് ഞാൻ അറിയാതെ തന്നെ അടുപ്പിച്ചു. നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തതിനാൽ പ്രണയിതാക്കളുടെ ദിവസമായ ഇന്ന് ഞാൻ ഈ കത്ത് നിനക്കായി എഴുതുന്നു. നീ എന്നെ സ്വീകരിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിലൂടെ താൻ എന്നെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിലും പറഞ്ഞതിനേക്കാളും പറയാതെ പോയ പ്രണയത്തിനല്ലേ കൂടുതൽ കാഠിന്യം എന്ന് സ്വന്തം കൂട്ടുകാരി വിത്ത് ലവ്. അപ്പോ തിരുവനയില്ലേ ഇപ്പൊ ഇത് ഈ ആളെ നിങ്ങക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ആള് വന്ന് വേണമെങ്കിൽ കമന്റ് ഇട്ട് കത്ത് പോസ്റ്റിന് വഴി ഇവന്റ് അയച്ചു തന്നാ മതി. ഞാനപ്പോ നേരിട്ട് കൊടുത്തോളാം. ഇനി ഈ ഗെയിം മനസ്സിലായില്ലേ? ഇതിലെ വിന്നർ ആരാണ് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ പറയാ. ആരുടെ കത്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാം. പോലെ തോന്നണട്ടാ, അല്ലാണ്ട് വെറുതെ നല്ല ഭംഗിയുള്ള നല്ല ലവ് ലെറ്റർ ആയ ഇതായിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോ ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ ഞാൻ വെഡ്നെസ്ഡേക്ക് നിങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ചോക്ലേറ്റും റോസാപ്പൂ ഒക്കെ കൊടുക്കല്ലേ, അതുപോലെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ ലവറിന് ഒരു കത്തെഴുതി കൊടുക്കൂ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇഷ്ടമുള്ള തോന്നിയ പോലെ കൊടുക്കരുത്, നേരത്തെ പിടിച്ച് കൊടുക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ലവ് ലെറ്റർ കൊടുക്കൂ. അപ്പൊ ഇക്കൊല്ലം നിങ്ങൾ ഒരു ലവ് ലെറ്റർ വഴി നിങ്ങളുടെ പ്രണയം പങ്കിടൂ. അപ്പൊ ശരി, നമുക്ക് ഓക്കെ, ഈ വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ആറ് ലവ് ലെറ്റർ ഉള്ള തകരാതിരിക്കാൻ നല്ലോണം എഴുതി കൊടുത്തോളൂ ഗൈസ്. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലവ് ലെറ്റർ കമന്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലെറ്റർ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കുഞ്ഞ രീതിയിൽ എഴുതിയിട്ടു. ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പുതിയൊരു വീഡിയോ വരേക്കും ബൈ ഗൈസ്.